ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ദി പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ കൊടൈക്കനാലിലെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അത് മോയർ പോയിന്റിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ മോയർ പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൊടൈക്കനാലിലെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു മോയർ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ വേറെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നല്ല കോട ഉള്ള സ്ഥലമാണ്. പിന്നെ അതിന് പുറമെ നമുക്ക് ഈ മോയർ പോയിന്റിന്റെ മുകളിൽ കയറി നിന്നെന്ന് വെച്ചാൽ നമുക്ക് താഴ്വരകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുന്നിൻ്റെ മുകളിൽ നല്ല പച്ചപ്പ് അതൊക്കെ കാണാനായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഒരവിടെ പാർക്ക് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരവിടെ സൈഡാക്കി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സൈഡിൽ തന്നെ നമ്മുടെ 2 കുരങ്ങൻ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ വല്ല സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തട്ടിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ മെല്ലെ വണ്ടി പാർക്ക് ചെയ്ത് കുട്ടികളെയും കൂട്ടി മെല്ലെ നടക്കുകയാണ്. കുട്ടികളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ തട്ടിയെടുത്തിട്ട് പോയി ചോളമൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൊടുത്ത് ഞങ്ങൾ മെല്ലെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കട്ടെ എന്ന് വെച്ചാൽ മെല്ലെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഈ മോയർ പോയിന്റിൻ്റെ സൈഡിലായിട്ട് തന്നെ നിരവധി കടകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടീനേജേഴ്സ് ആൺകുട്ടികളൊക്കെ ഇഷ്ടംപോലെ ബൈക്കിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ലഗേജൊക്കെ വണ്ടിയിൽ കെട്ടി വെച്ചിട്ട് ബൈക്കിൽ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. അങ്ങനെ പല വണ്ടികളിൽ അതേപോലെ തന്നെ പല പ്രായക്കാരും കേട്ടോ, പല രീതിയിലുള്ള ആളുകളും നമുക്ക് ഈ മോയർ പോയിന്റിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ശരിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം നമുക്കെന്ന് വെച്ചിട്ട് എന്നിട്ടപ്പോൾ ഞങ്ങളെയും കൂട്ടിയിട്ട് പോവാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡുകൾ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ബ്രെഡ്, അതേപോലെ തന്നെ പൂരി, അതൊക്കെ നമുക്ക് ചെറിയ കുഞ്ഞ് പ്ലേറ്റിലാക്കി തരുന്ന രീതിയിൽ അങ്ങനെ സ്റ്റൂളൊന്നും ഇല്ലാത്ത നിന്ന് കഴിക്കണം നമ്മൾ ആ ഒരു രീതിക്കുള്ളതായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് വാങ്ങിച്ചത് പൂരിയും അതിൽ ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. 2 പൂരിക്കും ഈ ഒരു കറിക്കും കൂടിയിട്ട് വന്നിട്ട് 50 രൂപയാണ് ഇതിൻ്റെ ചാർജ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നോക്കിയത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് വന്നിട്ട് ചാർജ് പറഞ്ഞാൽ 300 രൂപയാണ് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ തൂങ്ങുന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തൂക്കിൽ കാറ്റത്തൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ലേ, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം മാളൂട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധനത്തിന് വന്നിട്ട് 600 രൂപയാണ് ഇതിന് ചാർജ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കടകളിൽ കയറി കാരണം ഓരോ റേറ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ മാണിക്കൂട്ടൻ മറ്റേ ഡേയ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഡേയ്സിന് വന്നിട്ട് 40 രൂപയാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം വലിയൊരു ഡേയ്സായിരുന്നു കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കണ്ണട നോക്കാമെന്ന് വെച്ചിട്ടോ. കണ്ണട നോക്കിയപ്പോൾ അത് ഏതെടുത്താലും 50 രൂപ എന്നത് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ സ്ഥലത്ത് പോയാൽ അവിടെ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞപ്പോൾ ഏതെടുത്താലും 50 ചെറിയ രീതിക്കുള്ളത്. ഞങ്ങൾ നോക്കി അടുത്തെത്തിയപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്. അത് ഏതെടുത്താലും 50 നമുക്ക് പറയുന്നത് കുട്ടികൾക്കാണ്. കുറച്ച് വലിയവർക്കുള്ളതാകുമ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി കൂടുതൽ വില പറയുന്നുണ്ട് കേട്ടോ അവർ. ഞങ്ങൾ കണ്ണാട ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാളൂട്ടിക്ക്. അതിനുശേഷം എന്താ ഈ ഒരു സ്വെറ്ററാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചത്. ഇതിന് ചാർജ് വന്നത് 350 രൂപ ഒരു വില പറഞ്ഞിട്ട് 310 രൂപയ്ക്ക് നമുക്ക് തന്നു കേട്ടോ. അങ്ങനെയാണ് നമുക്ക് തോന്നിയ നമ്മളതിന് പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു രീതിക്ക് പറഞ്ഞപ്പോൾ 310 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്വെറ്റർ കിട്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറും അതും വാങ്ങിച്ച് ഞങ്ങൾ മെല്ലെ നടന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു മോയർ പോയിന്റിലോട്ട് കയറാൻ പോവുകയാണ്. കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് ഇതിന് മുകളിലോട്ട് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ മോയർ പോയിന്റ് നമ്മുടെ കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട നമ്മുടെ വ്യൂ പോയിന്റുകളിലൊക്കെ ഒന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് 1929 ഗോഷൻ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ച സർ തോമസ് മോയറിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കുട്ടികൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ തന്നെ ധാരാളം ഉണ്ട്. അതേപോലെ തന്നെ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കുന്നവർ അത് പല രീതിയിലുള്ള ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളും കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ ചങ്ങലകളുടെ ഇടയിൽ കൂടെ നേരെ മുകളിലോട്ട് കയറി പോകേണ്ടത് നമ്മുടെ ഈ ഒരു വ്യൂ പോയിന്റ് കാണണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇറങ്ങുകയും അതേപോലെ തന്നെ മറ്റൊരു സൈഡിൽ കൂടെ കയറുകയാണ് ചെയ്യുന്നത്. ചെറിയ സ്റ്റെപ്പാണ്, പക്ഷേ എങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടവർ മാറുക അവിടെയുള്ളവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കണ്ട് വീഡിയോ എടുക്കുക, അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മുകളിലോട്ട് കയറി
കറക്റ്റ് ഒരു ഗ്യാപ്പ് നോക്കി നിൽക്കണം. അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ ഗ്യാപ്പ് ചെറിയൊരു പഴുതിലൂടെയൊക്കെ വീഡിയോ എടുക്കാമെന്നുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സൈഡിൽ കൂടെ പോയി നിന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ കാണേണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു മോയർ പോയിൻറ്റിൻ്റെ. നല്ലൊരു കാണാൻ പറയാൻ എന്താ പാറക്കെട്ടുകളും അതേപോലെ തന്നെ നമ്മുടെ പച്ച പുൽത്തകടി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിക്കാണ് നമുക്കൊരു ഫീൽ തരുന്നുണ്ട്. നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോട്ടെ. അപ്പോൾ ഇത്രയും നല്ല കാഴ്ചകൾ ഒരിക്കലും മിസ്സാക്കരുത്. കൊടൈക്കനാൽ വരുമ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു മോയർ പോയിൻറ്റിലേക്ക് വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ടും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്കിൽ അടുത്ത് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.